അതിങ്ങ് തന്നേ. ഇങ്ങത്താ. ഞാൻ പറഞ്ഞില്ല സിദ്ധുന്റെ കൂട്ടുകാരനെ കൊടുക്കാൻ കൊണ്ടുവന്നാന്ന്. അങ്ങനെ കൊടുക്കാൻ നോക്കൂലത്. എനിക്ക് കൊണ്ടുവന്ന സാധനത്തിന്. അപ്പൂപ്പ ഇത് മദ്യം അല്ല. ആര് പറഞ്ഞു? ഇങ്ങത്താ ഞാൻ കാണിച്ചു തരാം. ദേ മണത്തി നോക്കിയേ മക്കളാ. ഗൾഫിലെ സാധനമൊക്കെ നല്ല സുഗന്ധമായിരിക്കും. ഞാൻ 2 അടിച്ചിട്ട് ഇങ്ങോട്ട് വെക്കടാ. എന്റെ അപ്പൂപ്പ ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് മറ്റേ പെർഫ്യൂമാണ്. അത്തറില്ലേ ഊത്, അതുപോലത്തെ സാധനമാണ്. ഇത് കുടിക്കാൻ പറ്റില്ല, മേത്തടിക്കാനേ പറ്റുള്ളൂ. എന്നാ പറ്റിക്കല്ലേ എനിക്കറിയാം. അവർ സിദ്ധു അകത്ത് അവന്റെ അടുത്ത് ചോദിക്കാം. അവന്റെ അടുത്ത് ചോദിക്കാം. ബാ എനിക്ക് അങ്ങനെ എന്നെ പറ്റിക്കാനുള്ള പരിപാടി. ഒരു 2 സെക്കൻഡ് ഞാൻ വൈകുന്നെങ്കിൽ വെള്ളം ഒഴിച്ച് അടിച്ചേനെ അല്ലേ? സംശയം തരേന്. എങ്ങോട്ടോട്? അത് ഞാൻ വിചാരിക്കാം. എന്നിട്ടാണ് പോണ വഴിക്ക് അടിക്കാൻ. ഇത് ഞാൻ കൈ പിടിച്ചോളാം. അപ്പൊ നടക്ക്, ഞാൻ പെട്ടി എടുത്തോണ്ട് അത് ഞാൻ എടുക്കാം. നീ വന്നിട്ടേ ഞാൻ പോണോളൂ. കണ്ണ് കുപ്പിയിലാണല്ലേ. അപ്പൊ ആരോട് വെച്ചിട്ടാ പെട്ടി എടുത്തോണ്ട് വന്നേ? നീ ഫോണിൽ പറഞ്ഞതേ ഞാൻ കേട്ട്. നീ ആക്കെടുത്ത് കൊടുക്കാൻ പോണത് സിദ്ധുവിന്റെ കൂട്ടുകാരന് കൊടുക്കാൻ പോണ്. വാ, അത് ഞാൻ എടുത്തോളാം. വേണ്ട. ശരി, വാ നടക്ക്. ശരിയാക്കി തരാം. വാ അമ്മമ്മ. സിദ്ധുവേ. ഓ, പെട്ടി കട്ടവനെ കിട്ടി. ദേ നിക്കുന്ന ആള്. എനിക്ക് തരാന്ന് പറഞ്ഞ സാധനം മാത്രമേ ഞാൻ എടുത്തോളൂ. ഞാൻ ചെല്ലാൻ ഇത്തിരി ലേറ്റ് ആവുമായിരുന്നെങ്കിലേ അപ്പൂപ്പൻ ഈ പെർഫ്യൂം വെള്ളം ഒഴിച്ച് അടിച്ചേനെ. സ്പ്രേയോ? എന്തോന്നാ ശങ്കര ഇത്? ഇവനാണ് പറഞ്ഞത് എനിക്ക് കുപ്പി തരാന്ന്. ഞാൻ എപ്പോ പറഞ്ഞ? ഞാൻ പോയിട്ട് വരച്ച് വന്നിട്ട് തരാന്ന് പറഞ്ഞില്ല. അയ്യോ അപ്പൂപ്പ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഓഹോ, അപ്പൊ നീ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ മോളെ. ഇവനെ വിശ്വസിക്കരുത്, ഇവൻ നിന്നെ പറഞ്ഞു പറ്റിക്കും. അത് ശരിയാ അപ്പൂപ്പ. ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാ വരാന്നൊക്കെ പറഞ്ഞേ 4 കൊല്ലമാണ് എന്നെ പറ്റിച്ചത്. ലച്ചൂസേ, അപ്പൂപ്പ അപ്പൂപ്പന് ഉദ്ദേശിച്ചതല്ല ഞാൻ തരാന്ന് പറഞ്ഞത്. എന്നാലും പെട്ടിയൊക്കെ എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞ അപ്പൂപ്പ ഇതിനകത്ത് മിഠായി ഉണ്ടായിരുന്നാ? ഞാൻ ഒന്നും കണ്ടില്ല. സിദ്ധേ, നിന്റെ സാധനങ്ങളെല്ലാം പെട്ടിക്കകത്തുണ്ട്. എന്നാലും എന്റെ അപ്പൂപ്പ, എന്റെ പാസ്പോർട്ട് വരെ ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്നേ. ഓ, അപ്പൊ ഞാൻ വന്നത് വെറുതെ ആയി. അപ്പൊ നീ കുപ്പി മേടിക്കാനൊന്നാ വന്നേ? എടി ദുബായിന്നൊക്കെ പോണവരെ വരുമ്പോ കുപ്പിയും കൊണ്ടല്ലേ പറഞ്ഞത്. എന്നാ ഇവിടെ കുപ്പി ഇല്ല. ഓ, അപ്പൂപ്പ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, ഒരു വിലയും ഇല്ല. എന്തോന്നാ അപ്പൂപ്പ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ മുണ്ടരുത്, ഞാൻ പോണം. என்ன சங்கரமாமா அது போவாதீங்க. നിനക്ക് മാത്രമേ എൻ്റെ അടുത്ത് സ്നേഹമുള്ളൂ. എന്നാ ഇത് പിടി. ഞാൻ പോണം. അപ്പൂപ്പ പോവല്ലേ? ഒരു ദുബായിക്കാരൻ വന്നിരിക്കുന്നു. എന്തെല്ലാം സ്വപ്നം കണ്ടോന്നറിയാൻ ഞാൻ വന്നത്. നീ എന്നെ ചതിച്ചടാ ഭഗവാനെ. നമുക്ക് ഈ എൻ്റെ കഷ്ടകാലത്തിന് കയറി വന്നു. അതിലേക്ക് ഒരു കുപ്പി ഗൾഫിൽ വന്നതല്ലേ. ആരിവിടെ പറയാൻ? ഇവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നി നടക്കാത്ത കേസ്. ഇവൻ ഗൾഫിലിരുന്നെന്ന് പറഞ്ഞത്. ഇവൻ ഗൾഫിലിരുന്നു പോയിട്ട് പോടാ. എന്താ പോവാൻ കാശുണ്ടോ? മണ്ണെങ്കിൽ പോവാനും അറിയാം. അപ്പൂപ്പ ഞാൻ കൊണ്ടുവിടാം. ഓ, കൊച്ചു പിള്ളേല്ലേ കൊണ്ടുവിടാൻ. എന്തോന്നാ അപ്പൂപ്പ പോവല്ലേ? സിദ്ധുനെന്തോ പറയാണ്ടെന്ന്. നിനക്ക് എന്തായാലും എനിക്കൊന്നും കേക്കണ്ട. അപ്പൂപ്പ, ആ, ഇത് അപ്പൂപ്പന് സ്പെഷ്യൽ. കുപ്പിയാടാ. കുപ്പിയൊന്നും അല്ല. നോക്ക്, മേടിക്ക്. മണക്കണൊക്കെ എനിക്കുണ്ട്. കുപ്പിയില്ല. എന്തേലും മുക്കിരിക്കണ ഞാൻ പോണ്. അപ്പൂപ്പ വാടേ. അപ്പൂപ്പ അങ്ങനെ അങ്ങ് പോയാ എങ്ങനെയാന്നേ? നമുക്കേ
2-3 ദിവസം ഇവിടെയൊക്കെ നിന്ന് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു പോവാം. നീ പറ്റിക്കും പോണം. ഏ, നീ പറ്റിക്കും. ഞാൻ പറ്റിക്കത്തില്ലെന്ന്. സാധനം നമുക്ക് സെറ്റ് ചെയ്യാന്ന്. സെറ്റ് ചെയ്യൂ. ഉം. വാടാ, നീ പറ്റിക്കും. ഞാൻ പോണം. അപ്പൂപ്പ ഇനി ഇവിടെ കിടന്ന് കൂടുതൽ ഗമ കാണിച്ച ഇവിടെ നിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കൂല കേട്ടോ. ആ. എന്നാ പിന്നെ അപ്പൂപ്പ നോക്കോ, കുഴപ്പമില്ല. അവക്കോ അല്ല, അവിടെ പോയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ആ ഇങ്ങോട്ട് പോയിട്ട് പ്രയോജനം ഉണ്ടോ? അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രയോജനപ്പെടുത്താന്ന്. ഇങ്ങള് വാ അപ്പൂപ്പ. വാ. ശരി, രണ്ടുപേരെ നിന്നിട്ട് പോവാൻ. അടിച്ച് പൊളിച്ചിട്ടൊക്കെ പോ. ശരി, ഉം. പറ്റിച്ചല്ലേ. ഏയ്. ഡേയ്, ഉം. നീ പറ്റിക്കില്ലല്ലേ? ഏയ്. അത് ഞാൻ ചോദിച്ചിട്ട് നീ ദുബായി തന്നെ. എന്താ അപ്പൊ അപ്പനൊരു സംശയം? അല്ലേ, ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പറ്റിച്ചോ? തന്നെ ഇങ്ങോട്ട് ആർക്കറിയാം. ശരിയാക്കോ?